ലോകത്തെ നടുക്കിയ ആ ദുർദിനത്തിന് 80 ആണ്ട് തികഞ്ഞു. അണുബോംബിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിട്ടറിഞ്ഞ ഒരു ജനതയാണ് ജപ്പാനിലുള്ളത്. സ്വാർത്ഥ മേധാവിത്വ മോഹങ്ങൾക്ക് വേണ്ടി ഇനി ഒരിക്കലും ലോകത്തൊരിടത്തും അത്തരമൊരു അനുഭവം ഒരു ജനതയ്ക്കും ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമസ്കാരം. ലോകായനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 6 രാവിലെ 8:15 എനോള ഗേ എന്ന US-ൻ്റെ B-29 ബോംബർ വിമാനം ലിറ്റിൽ ബോയ് എന്ന് വിളിക്കപ്പെട്ട അണുബോംബ് ഹിരോഷിമയ്ക്ക് മുകളിൽ വർഷിച്ചു. സ്ഫോടനം ഒരു കൊടുങ്കാറ്റായി മാറി. ഏതാണ്ട് 70,000 പേർ ആ നിമിഷം തന്നെ കൊല്ലപ്പെട്ടു. 945 അവസാനത്തോടെ ആകെ മരണസംഖ്യ 1,40,000 അതിൽ ഭൂരിഭാഗവും സാധാരണക്കാരും നല്ലൊരു പങ്ക് കുട്ടികളും ഉൾപ്പെട്ടിരുന്നു. 3 ദിവസങ്ങൾക്ക് ശേഷം ഫാറ്റ്മാൻ എന്ന് വിളിപ്പേരുള്ള ഒരു പ്ലൂട്ടോണിയം ഇംപ്ലോഷൻ ബോംബ് നാഗസാക്കിയിലും വീണുപൊട്ടി. അതിലും ഏകദേശം 74,000 പേർ മരിച്ചു. ഹിരോഷിമയിൽ ഏതാണ്ട് 70% കെട്ടിടങ്ങളും കത്തിനശിച്ചു. ബോംബിൻ്റെ ഹൈപ്പോ സെൻറ്ററിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരം വരെ നാശനഷ്ടങ്ങളുണ്ടായി. സ്ഫോടനത്തിൻ്റെ ഉയർന്ന ചൂടിൽ മേൽക്കൂരയിലെ ഓടുകൾ ഉരുകിപ്പോയി. 3 കിലോമീറ്ററിനുള്ളിലെ മിക്കവാറും തടി കൊണ്ടുള്ള എല്ലാ കെട്ടിടങ്ങളും കത്തിച്ചാമ്പലായി. നാഗസാക്കിയിൽ 700 മീറ്റർ അകലെയുള്ള ശക്തമായ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വരെ തകർന്നു വീണു. സ്ഫോടനത്തിന് ശേഷമുള്ള തീപിടുത്തത്തിൽ മിക്കവാറും എല്ലാ വസ്തുക്കളും കത്തിനശിച്ചു. നാഗസാക്കിയിൽ ബോംബ് 6.7 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ചാമ്പലായി. 2.5 കിലോമീറ്റർ അകലെയുള്ള കെട്ടിടങ്ങൾ വരെ തകർന്നു. കല്ലുകൊണ്ട് നിർമ്മിച്ച ഏതാണ്ട് എല്ലാ കെട്ടിടങ്ങളെയും ബോംബുകൾ തകർത്തു. സ്ഫോടനത്തിൻ്റെ പ്രകമ്പന ശക്തി, തീവ്രമായ ചൂട്, തുടർന്നുണ്ടായ തീപിടുത്തങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും നഗരപ്രദേശങ്ങളെ ഏതാണ്ട് പൂർണ്ണമായും നരകതുല്യമാക്കി മാറ്റി. അതിജീവിച്ചവർക്ക് ഭയാനകമായ പരിക്കുകളും റേഡിയേഷൻ മൂലമുള്ള രോഗങ്ങളുമുണ്ടായി. വർദ്ധിച്ച ക്യാൻസർ നിരക്കുകൾ, വിട്ടുമാറാത്ത മറ്റ് രോഗങ്ങൾ, സ്ഥിരമായ മാനസികാഘാതം എന്നിവയുൾപ്പെടെ ദീർഘകാല ആരോഗ്യ പ്രത്യാഘാതങ്ങളെയും അവർക്ക് നേരിടേണ്ടി വന്നു. നഗരം ആശുപത്രികൾ ഉൾപ്പെടെ 80% തുടച്ചു നീക്കപ്പെട്ടു. ബോംബിൻ്റെ നിഗൂഢവും ഗുരുതരവുമായ പ്രഭാവം മൂലം വെളുത്ത രക്താണുക്കളുടെ നാശവും മറ്റ് ആന്തരിക പരിക്കുകളും മൂലം മാരകമായ അവസ്ഥയിൽ നിരവധി ഇരകൾ വലിയ തോതിൽ പിന്നീടും മരിച്ചു. 2ാം ലോക മഹായുദ്ധത്തിൽ നിരുപാധികമായ കീഴടങ്ങൾ അംഗീകരിക്കാൻ ജപ്പാൻ വിസമ്മതിച്ചു എന്നതാണ് അമേരിക്ക ബോംബാക്രമണങ്ങളെ ന്യായീകരിക്കാൻ കണ്ടെത്തിയ കാരണം. ശരിക്കും പറഞ്ഞാൽ സോവിയറ്റ് യൂണിയനുമായുള്ള വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ മത്സരത്തിൻ്റെ ഭാഗമായിരുന്നു ബോംബാക്രമണങ്ങൾ. 2ാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്കയുടെ സഖ്യകക്ഷി ആയിരുന്നെങ്കിലും പിന്നീട് ഏഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സോവിയറ്റ് സ്വാധീനം മുന്നിൽ കണ്ട് സാങ്കേതികവും സൈനികവുമായ മേധാവിത്വം സ്ഥാപിക്കാനുള്ള വാഷിങ്ടണിൻ്റെ ആഗ്രഹമായിരുന്നു സത്യത്തിൽ ഇതിന് അമേരിക്കയെ പ്രേരിപ്പിച്ചത്. അമേരിക്കൻ വിദേശ നയത്തിൽ വലിയ മാറ്റങ്ങളാണ് അണുബോംബ് ആക്രമണങ്ങൾ കൊണ്ടുണ്ടായത്. പടിഞ്ഞാറൻ യൂറോപ്യൻ സഖ്യകക്ഷികളുടെയും ജപ്പാൻ്റെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അമേരിക്ക അതിൻ്റെ ആണവ കുട ഉപയോഗിച്ച് യുദ്ധാനന്തര ലോകക്രമം രൂപപ്പെടുത്തി. അങ്ങനെ സഖ്യങ്ങൾ ഉറപ്പിക്കുകയും തന്ത്രപരമായ അമേരിക്കൻ താൽപ്പര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥകളെ രൂപപ്പെടുത്തുകയും ചെയ്തു. ആണവായുധങ്ങൾ ഉണ്ടാക്കിയ ആഘാതം യുദ്ധത്തെയും നയതന്ത്രത്തെയും പുനർനിർവചിച്ചു. ആണവ പ്രതിരോധം അടിസ്ഥാനപരമായ ആവശ്യമായിട്ട് മാറി. പതിറ്റാണ്ടുകളായി സൂപ്പർ പവർ ബന്ധങ്ങളെ നിശ്ചയിക്കുന്ന സിദ്ധാന്തങ്ങൾ മാറ്റിസ്ഥാപിച്ചു. ആണവായുധങ്ങളുടെ തന്ത്രപരമായ നേട്ടങ്ങളെ അവയുടെ ഭീകരമായ മാനുഷിക പ്രത്യാഘാതങ്ങളുമായി സന്തുലിതമാക്കുന്നതിനുള്ള പോരാട്ടത്തിൻ്റെ തുടക്കം കൂടിയായി ബോംബാക്രമണങ്ങൾ. ബോംബാക്രമണങ്ങൾ ശീതയുദ്ധത്തിൻ്റെ ആരംഭത്തെ വേഗത്തിലാക്കി. സോവിയറ്റ് യൂണിയൻ ആണവ ആക്രമണങ്ങളെ നേരിട്ടുള്ള ഭീഷണിയായും അമേരിക്കൻ രാഷ്ട്രീയ ആധിപത്യത്തിൻ്റെ പ്രകടനമായിട്ടുമാണ് കണ്ടത്. ഇതിനു മറുപടിയായി സോവിയറ്റ് യൂണിയൻ സ്വന്തം ആണവായുധ പദ്ധതി വേഗത്തിലാക്കി. ഹിരോഷിമയ്ക്ക് വെറും 4 വർഷത്തിന് ശേഷം 1949 ആദ്യത്തെ അണുബോംബ് അവർ പരീക്ഷിച്ചു.
എന്നാൽ പിന്നീട് ഇത് ആണവായുധ മത്സരത്തിനാണ് തുടക്കം കുറിച്ചത്. സൂപ്പർ പവർ മത്സരത്തിൻ്റെയും ആഗോള പിരിമുറുക്കങ്ങളുടെയും കാതലായി ആണവായുധങ്ങൾ മാറി. ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയും ബാലിസ്റ്റിക് വിരുദ്ധ മിസൈൽ ഉടമ്പടികളും തുടർച്ചയായ ആയുധ പരിമിതി ഉൾപ്പെടെയുള്ള ആയുധ നിയന്ത്രണ ചർച്ചകളുമാണ് ശീതയുദ്ധകാലത്തെ നിർവചിച്ചത്. ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും ദുഷ്ട പൈതൃകം ആണവായുധങ്ങൾ നിയന്ത്രിക്കുന്നതിനും അവയുടെ വ്യാപനം തടയുന്നതിനുമുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് ഉത്തേജനം നൽകി. 1946 ബെറൂച്ച് പദ്ധതി പോലുള്ള ആദ്യകാല സംരംഭങ്ങൾ ആണവോർജ്ജത്തെ അന്താരാഷ്ട്ര നിയന്ത്രണത്തിലാക്കാൻ ശ്രമിച്ചു എങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് കൂടുതൽ സമഗ്രമായ ചട്ടക്കൂടുകൾ ഉയർന്നു വന്നത്. 1968 ആണവ നിർവ്യാപന ഉടമ്പടി ആണവ നിർവ്യാപന നയത്തിൻ്റെ ആണിക്കല്ലായി മാറി. ആണവായുധങ്ങളുടെ വ്യാപനം തടയുക, ആണവ നിരായുധീകരണം കൈവരിക്കുക, ആണവോർജ്ജത്തിൻ്റെ സമാധാനപരമായ ഉപയോഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ 3 ലക്ഷ്യങ്ങൾ അത് മുമ്പോട്ട് വെച്ചു. ഈ ഉടമ്പടി US, സോവിയറ്റ് യൂണിയൻ, UK, ഫ്രാൻസ്, ചൈന എന്നീ 5 ആണവായുധ രാജ്യങ്ങളെ അംഗീകരിക്കുകയും മറ്റ് ഒപ്പുവെച്ച രാജ്യങ്ങളെ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ നിന്നോ സ്വന്തമാക്കുന്നതിൽ നിന്നോ വിലക്കുകയും ചെയ്തു. കരാർ ഉറപ്പാക്കുന്നതിന് പരിശോധനയും സ്ഥിരീകരണവും നടത്തുന്നതിന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ ചുമതലപ്പെടുത്തി. ലോകമെമ്പാടുമുള്ള എല്ലാ ആണവ സ്ഫോടനങ്ങളെയും നിരോധിക്കാനുള്ള ശ്രമത്തെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പ്രതിനിധീകരിക്കുന്നു. എന്നാൽ പ്രധാന രാജ്യങ്ങൾ അംഗീകരിക്കാത്തതിനാൽ ഇത് പ്രാബല്യത്തിൽ വന്നിട്ടില്ലെങ്കിലും ആണവ പരീക്ഷണം ഇല്ലാതാക്കുന്നതിൽ ആഗോളതലത്തിൽ തന്നെ സമവായം കൈവരിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ആണവ നിർവ്യാപനത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളെയും സ്ഥാപനങ്ങളെയും ഈ ഉടമ്പടികൾ രൂപപ്പെടുത്തിയെങ്കിലും നടപ്പാക്കൽ സങ്കീർണമായി തുടരുന്നു. രഹസ്യ ആണവ വ്യാപനം പുതിയ വെല്ലുവിളികൾ ഉയർത്തിയപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഒരിക്കലും ഈ കരാറിൽ ചേരുകയോ പിൻവാങ്ങുകയോ ചെയ്തില്ല. ആണവ വ്യാപന വിരുദ്ധ ശ്രമങ്ങൾ, പ്രാദേശിക സംഘർഷങ്ങൾ, പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയം എന്നിവയുമായി ഇത് കൂടിച്ചേർന്നിരിക്കുന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ പ്രതീക്ഷിച്ചതുപോലെ ആണവ രാഷ്ട്രങ്ങളുടെ ഒരു പ്രളയമൊന്നും ഉണ്ടായില്ല. അതിന് ഒരു പ്രധാന കാരണം NPTയും നയതന്ത്ര സമ്മർദ്ദവുമാണ്. ദക്ഷിണാഫ്രിക്കയുടെ ആണവായുധ ശേഖരം സ്വമേധയാ പൊളിച്ചുമാറ്റൽ, ബെലാറസ്, കസാക്കിസ്ഥാൻ, ഉക്രൈൻ തുടങ്ങിയവയിൽ നിന്ന് ആയുധങ്ങൾ നീക്കം ചെയ്ത സോവിയറ്റ് യൂണിയന് ശേഷമുള്ള ആണവ നിരായുധീകരണ കരാറുകൾ എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. 80 വർഷങ്ങൾക്ക് ശേഷവും ആണവ യുദ്ധ ഭീതി എക്കാലത്തെയും പോലെ ഇന്നും യാഥാർത്ഥ്യവും സങ്കീർണവുമാണ്. ശീതയുദ്ധത്തിൻ്റെ അവസാനം ആണവായുധങ്ങൾ ഇല്ലാതാക്കിയില്ല. പകരം ആണവ വ്യാപനം തടയുന്നതിലും നിരായുധീകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. NPT, CTBT പോലുള്ള ഉടമ്പടികൾ ആഗോള സുരക്ഷയുടെ കേന്ദ്ര ബിന്ദുവായി മാറി. 21-ാം നൂറ്റാണ്ട് വൻശക്തി മത്സരത്തിൻ്റെ പുനരുജ്ജീവനത്തിനും സാക്ഷ്യം വഹിച്ചു. US, ചൈന, US, റഷ്യ ബന്ധങ്ങളിൽ ആണവ പ്രതിരോധം ഒരു പ്രധാന ഘടകമായി ഇപ്പോഴും തുടരുന്നു. 1945 മുതൽ വലിയ തോതിലുള്ള ആണവായുധങ്ങളുടെ ഉപയോഗം ഭാഗ്യവശാൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആഗോളതലത്തിൽ ഇപ്പോഴും 12,000 വാർഹെഡുകളുടെ ശേഖരമുണ്ട്. യുക്രൈൻ മുതൽ കൊറിയ വരെയുള്ള സമകാലിക സംഘർഷങ്ങളിലും, പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനും ഇറാനും ചുറ്റുമുള്ള സംഘർഷങ്ങളിലും, ദക്ഷിണേഷ്യയിൽ ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷങ്ങളിലും ഇപ്പോഴും ആണവ സ്വാധീനം തെളിഞ്ഞു കാണാം. ആകസ്മികമായുള്ള വിക്ഷേപണത്തിൻ്റെ അപകട സാധ്യതകൾ, പരമ്പരാഗത സംഘർഷങ്ങളിലുള്ള വർധനവ്, അല്ലെങ്കിൽ ഹൈപ്പർസോണിക് ഡെലിവറി സിസ്റ്റങ്ങൾ, സൈബർ യുദ്ധം പോലുള്ള നൂതന സാങ്കേതിക വിദ്യകളുടെ ആവിർഭാവം എന്നിവ പുതിയ അസ്ഥിരപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. ഐക്യരാഷ്ട്രസഭ 2017 ആണവായുധ നിരോധന ഉടമ്പടി, ആയുധ നിയന്ത്രണ നയതന്ത്രത്തിനായുള്ള പുതിയ ആഹ്വാനങ്ങൾ എന്നിവയിലൂടെ ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഐക്യരാഷ്ട്രസഭ പലപ്പോഴും നോക്കുകുത്തിയാകുന്ന കാഴ്ചയും നമുക്ക് അത്ര വലിയ പ്രതീക്ഷ നൽകുന്നില്ല. 1956 ജപ്പാനിൽ രൂപപ്പെട്ട ഹിബാകുഷ എന്നറിയപ്പെടുന്ന അതിജീവിച്ചവരെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടനയായ നിഹോൻ ഹിഡാൻക്യോ ആണ് പ്രത്യേകിച്ച് പ്രതീക്ഷയുടെ നക്ഷത്രത്തിളക്കമുള്ള ഒരു വെളിച്ചം. ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകം കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്കും
ഇനി ഒരിക്കലും ആണവായുധങ്ങൾ ഉപയോഗിക്കരുതെന്ന് അനുഭവ സാക്ഷ്യത്തിലൂടെ തെളിയിച്ചതിനും 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നിഹോൺ ഹിഡാൻകോയ്ക്ക് ലഭിച്ചു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.